ഹെൽത്ത് ഇൻസ്പെക്ടറും കവിയും ഗാനരചയിതാവുമായ രാജേഷ് കെ നമ്പ്യാരുടെ കവിതാ സമാഹാരം അക്ഷരമുത്തുകൾ മുഖവൂർ സംഗീതകലാ സാംസ്കാരിക വേദി SKSVയുടെ ആഭിമുഖ്യത്തിൽ പ്രകാശനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP പത്മനാഭൻ, മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന ചെയർമാൻ KT അരവിന്ദാക്ഷന് ആദ്യ പതിപ്പ് കൈമാറി. അക്ഷരമുത്തുകൾ എന്ന കാവ്യസമാഹാരത്തിലെ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ KT അരവിന്ദാക്ഷൻ അവരുടെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യ പതിപ്പ് സമർപ്പിക്കാനായി ഡോക്ടർ MP പത്മനാഭൻ അവരുടെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ ചാരിതാർത്ഥ്യമുണ്ട്. എഴുത്തുകാരെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അയൽവാസിയാണ്. ബേപ്പൂരാണ് എൻ്റെ വീട്. വളരെ ചെറുപ്പം തൊട്ടേ ഞാൻ ശ്രീ ബഷീറുമായി ബന്ധം പുലർത്തി വന്ന ഒരു മനുഷ്യനാണ്. മാതൃഭൂമിയുടെ മുതിർന്ന ലേഖനം നൽകി അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മരണം വരെ, അദ്ദേഹത്തിൻ്റെ മരണ ദിവസം അദ്ദേഹത്തിൻ്റെ 1-ാം പേജിൽ അന്ന് അദ്ദേഹത്തെക്കുറിച്ച് ചരമവാർത്ത പോലും എഴുതാനുള്ള ഭാഗ്യം സിദ്ധിച്ച ആളാണ് എനിക്ക്. അദ്ദേഹം പ്രഭാത സവാരിക്ക് പോകുമ്പോൾ എന്നെ കൂട്ടുമായിരുന്നു. അദ്ദേഹം എൻ്റെ വീടിൻ്റെ ഏതാണ്ട് അടുത്തുള്ള സ്ഥലത്ത് വന്ന് സുഹൃത്തുക്കളുമായി സംവാദത്തിൽ ഏർപ്പെടുമ്പോഴൊക്കെ എനിക്ക് അദ്ദേഹത്തോടൊപ്പം കൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. വയലാറിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഭൂമുഖത്തായുള്ള മംഗോസ് മരച്ചുവട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ മുഴുവനും ജന്മമെടുക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ച ഒരു ആള് എന്ന നിലയ്ക്ക് ഈ എഴുത്തുകാരോടൊക്കെ എനിക്ക് വളരെ കൂടുതൽ സ്നേഹവും അതേപോലെ കടപ്പാടൊക്കെ തോന്നാൻ തുടങ്ങി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഉമായുള്ള അടുപ്പത്തോട്ടാണ്. ഈ രാജേഷ് നമ്പ്യാർ ഞാൻ പറയുകയാണ്, ഒരു ഈ ബഷീർ പോലുള്ള ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ എഴുതിയ ആളുകളൊക്കെയാണ് വളർന്നു വലുതായി വലിയ എഴുത്തുകാരായി മാറുന്നത്. രാജേഷ് നമ്പ്യാർ ഇതൊരു കാവ്യ സൃഷ്ടിയാണെങ്കിലും കാവ്യരചയിതാവാണെങ്കിലും അദ്ദേഹം അനുഭവത്തിൻ്റെതായുള്ള ഒരു അനുഭവം, ഒരു പരിസ്ഥിതിയിലൂടെ ആയിരിക്കാം ഇതെല്ലാം എഴുതിയിട്ടുണ്ടാകും. ഇപ്പം ബഷീർ യാതൊരു ഗതിയുമില്ലാതെ ലോകം മുഴുവൻ ചുറ്റി നടന്നിരുന്ന കാലം. അതേപോലെയാണ് PK പാറക്കടവ്. പിന്നെ വടകരയിലെ പാറക്കടവ് എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ശ്രീ രാജേഷ് കെ നമ്പ്യാർ അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ എഴുതിയ അക്ഷരമുത്തുകൾ ഇന്ന് ഇവിടെ പ്രകാശന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. ആ കാവ്യ സമാഹാരം വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്നതിന് വേണ്ടി, അതേപോലെ മലയാള ഭാഷയ്ക്ക് ഉന്മേഷം ഉണർവുണ്ടാകുന്നതിന് വേണ്ടി കോഴിക്കോട് കൈരളി വേദി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംഗീതകലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് മിനിജ ജ്യോതിഷ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ഗസൽ ഗായകൻ KTA ബക്കർ മുഖ്യാതിഥിയായി. രാജേഷ് കെ നമ്പ്യാർ രചിച്ച അക്ഷരമുത്തുകൾ എന്ന കവിത KTA ബക്കർ ഈണം നൽകി ആലപിക്കുകയും ചെയ്തു. നിന്നെ ഞാൻ ഓർമ്മിക്കും എന്നോമലേ, നിന്നെ ഞാൻ ഓർമ്മിക്കും എന്നോമലേ, കാഴ്ചകൾ കാണുന്ന നേരങ്ങളെല്ലാം, കാഴ്ചകൾ കാണുന്ന നേരങ്ങളെല്ലാം നിൻമുഖം ഞാൻ ഓർക്കും എന്നോമലേ, നിൻമുഖം ഞാൻ ഓർക്കും എന്നോമലേ, പുലകാല ബന്ധനം മനസ്സിൽ വരവിടും, നിന്നെ ഞാൻ ഓർമ്മിക്കും എന്നോമലേ. എന്ത് മധുരമുള്ള വരിക! അപ്പൊ ഈ വരിക്ക് ഈ യോമന വരണം. ഈ യോമനെ നമുക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചു വരണം. അപ്പോഴേ അവർക്ക് ഒരു പോസിറ്റീവ് എനർജി കൂടുതൽ അദ്ദേഹത്തിന് കിട്ടും. യോമനന്റെ വീക്ക്നെസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത് ഈ വരികൾ തന്നെ അങ്ങനെയുള്ള ഒരു വരികളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ മുൻ കൗൺസിലർ CS സത്യഭാമ, ഭാഷാശ്രീ മാസിക ചീഫ് എഡിറ്റർ പ്രകാശൻ വെള്ളിയൂർ, ഡോക്ടർ SK രാജേഷ് ഗുരുക്കൾ, AK സുഗണൻ, K അജിത് കുമാർ, KT ലളിത ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രാജേഷ് കെ നമ്പ്യാർ മറുപടി പ്രസംഗം നടത്തി. SKSV പ്രസിഡന്റ് രാജേഷ് കെ നമ്പ്യാർക്ക് മെമന്റോ കൈമാറി. ജോയിന്റ് സെക്രട്ടറി പ്രേമൻ ചാത്തനാടത്ത് പൊന്നാട അണിയിച്ചു.
സംഗീത കലാ സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് CK രാജൻ സ്വാഗതവും ട്രഷറർ P സഞ്ജീവ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് SKSV അംഗങ്ങൾ അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി. ACV ന്യൂസ് കോഴിക്കോട്.